ഫസ്റ്റ് ഡേ ഓഫ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്. ഞാൻ MFFU ആണ് ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ. എനിക്ക് MFFU ട്രേഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഇതാ ഫ്രഷ് അക്കൗണ്ടാണ്, തൊട്ടിട്ടില്ല. അപ്പം എല്ലാ ദിവസവും സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ PNL സ്റ്റാർട്ടിങ് ബാലൻസും ക്ലോസിങ് ബാലൻസും ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവാലുവേഷൻ ഫേസ് ഇല്ലേ, സോ അതുകൊണ്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കാം. എനിവേ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഇതൊരു ബ്രേക്ക് അവേ ആണ്. OB-യുടെ താഴെ S അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളത് ഓൾമോസ്റ്റ് ചെയ്തോന്നോ? ഓക്കെ ഗുഡ്. ഞാൻ ആ ഹൈ എടുത്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് 1:1 പോലും വരത്തില്ല. അങ്ങനെ എനിക്ക് ക്ലോസ് ചെയ്യാനൊരു സുഖമില്ല ആക്ച്വലി. 1:1 പോലും വരുന്നില്ല. 1:1 വരുമോ? 1:1 ഉണ്ട് ആക്ച്വലി. ഓക്കെ, ഞാൻ സ്റ്റിൽ ആം ന്യൂട്രൽ. ഈ ട്രേഡിൻ്റെ ഈ ഒരു ഹൈ എടുക്കുന്നത് വരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പാർഷ്യൽസ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ആ ഒരു ഏരിയയിൽ 7 മൈക്രോസ് ആണ് അതിന് ആഡ് ചെയ്തത്. 5 മൈക്രോസ് എക്സിറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് 1:1 ആണ്. ഫസ്റ്റ് ട്രേഡാണ്. അല്ലേ പിന്നെ 1:1 എക്സിറ്റ്, ആ ഒരു തോട്ടാണ് എൻ്റെ ഉള്ളിലുള്ളത്. ആ ഒരു വിക്ക് നോക്കിക്കോണേ, വിക്കിൻ്റെ കോൺസിക്വൻ്റ് എൻക്രോച്ച്മെൻറ്റ് അവിടെ നിന്ന്. പിന്നെ എനിക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, അതാണ്. പിന്നെ ഫർദർ പ്രൈസ് വരട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നറേഷൻ അത്ര ഓക്കെ അല്ല ഹോൾഡിൽ. പിന്നെ ആ ട്രേഡ് ചെയ്യാൻ മാക്സിമം സെക്യൂർ ചെയ്യാനേ നോക്കുള്ളൂ. 12 സെക്കൻഡ്സ്. ഓക്കെ, ഗോയിങ് ഫോർ ബ്രേക്ക് യൂൻ അല്ല, ഇതിൻ്റെ താഴെ. യാ, ഇനി എന്താണെന്ന് വെച്ചാൽ പ്ലേ ചെയ്യട്ടെ. കൈൻഡ് ഓഫ് ബ്രേക്ക് യൂൻ അങ്ങനെ വിളിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, പാർഷ്യൽസ് ആണ് അവിടെ ബുക്ക് ചെയ്തേക്കുന്നത്. ബാലൻസ് എത്ര? 4 ലെഫ്റ്റ് ഓർ 4. ന്യൂസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പാർഷ്യൽസ് അവിടെ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബ്രേക്ക് ഇൻ സെറ്റ് ചെയ്യണം. ദർ ഈസ് നോ നീഡ് ടു റീട്രേസ്. ഓക്കെ, അവിടെ ഇനിയിപ്പം നമുക്ക് ഞാൻ പറയാം, ബൈ സൈഡ് എടുത്തു, പാർഷ്യൽ സെറ്റ് ചെയ്തു, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി വാട്ടവർ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മുടെ 1:2 എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നോക്കാം. ഇതായിരുന്നു ഞാൻ ട്രേഡ് എടുത്തത്, 1:2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ ഈ ഹൈ ആണ് മെയിനായിട്ട് നോക്കുന്നത്. 1:2 വരെ നോക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഹൈ ആണ് TP ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഈവൻ. ദർ ഈസ് നോ റിസ്ക് ഇൻ ദിസ് ട്രേഡ്. മുസമിൽ ബ്രോ എടുത്തായിരുന്നോ? ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന 2 പേരേ ഉള്ളൂ നമ്മുടെ ഗ്രൂപ്പിൽ. 2 പേരും എടുത്തെന്ന് തോന്നുന്നു. ഓക്കെ, എടുത്തില്ല. ഓക്കെ, LRL മിറ്റിഗേറ്റ് ചെയ്തിട്ട്. ഓക്കെ, വെയിറ്റിംഗ് ഫോർ TP. LRL മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓർ ഈ ഹൈ എടുക്കുമായിരിക്കും, വാട്ട് ഓർ ഇറ്റ് ഈസ്. ലെറ്റ് സി. ഹൈ എടുക്കുവാണെങ്കിൽ ഞാൻ അവിടെ സെൽ ഓർഡർ വെക്കാണ്, സെൽ ലിമിറ്റ്. ഓക്കെ, ക്ലോസ്, കംപ്ലീറ്റ് TP. So that's our trade for today.
അത്യാവശ്യം ക്ലീൻ ട്രേഡായിരുന്നു. 1:2. അക്കൗണ്ട് ഓൾമോസ്റ്റ് 1.1% അപ്പോൾ അപ്പാണ്. നമുക്ക് ടോട്ടൽ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോഫിറ്റ് ടാർഗറ്റ് കുറവാണ്, ഒറ്റ ഫേസും ഉള്ളൂ. ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടും. ഇനി ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് അത്യാവശ്യം നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് നോക്കുക. നേരെ ഈ ക്ലോസിംഗ് ബാലൻസ് കൊണ്ടായിരിക്കും നാളെ ഞാൻ ഓപ്പൺ ബാലൻസ് ആയിട്ട് കൊണ്ടുവരുന്നത്. എനിക്ക് ഈ ക്ലോസിംഗ് ബാലൻസ് ഓപ്പൺ ബാലൻസ് പറയുമ്പോൾ പണ്ട് ഡിഗ്രിയിൽ ഞങ്ങൾക്കൊരു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ് അത് തന്നെ. ഞാൻ പൊട്ടിയ ആ ഒരു സബ്ജക്റ്റിന്. നീ അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ ഷമാസ്? അടിപൊളി. ആരോടി പറയുന്നത്? അല്ല, ഞാനിതിന് എനിക്കിത് എത്ര ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സാധനത്തിനകത്ത് കുറെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ ആദ്യമേ ഫസ്റ്റ് എഴുതി തോറ്റ്, രണ്ടാമത് എഴുതി തോറ്റ്, മൂന്നാമത് എഴുതി കണ്ട എനിക്ക് കിട്ടിയത്. എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം അക്കൗണ്ടൻസി. ഓക്കെ. പിന്നെ കറങ്ങി തിരിഞ്ഞ് കണക്കുകളിലേക്ക് എത്തി ഞാൻ. അത് അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 628.26. നാളത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു ഫോർ യുവർ ടൈം. അപ്പോൾ ശരി എന്നാൽ, ബൈ. താങ്ക് യു. സി യു.